മൺമറഞ്ഞ എന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ജോൺ മാത്യുവിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇന്ത്യയിൽ ആകമാനമുള്ള കർഷക സമൂഹത്തിനു വേണ്ടി കേന്ദ്രത്തിലും കേരളത്തിലും ഒരുമിച്ച് പോരാടി ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു ശ്രീ ജോൺ മാത്യു എന്നത് നാട്ടുകാരായ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ഒരു ജീപ്പ് അപകടത്തിൽ അകാല ചരമം പ്രാപിച്ച അദ്ദേഹത്തിന്റെ 1ാം ചരമവാർഷിക ദിനമായ ഇന്ന് ശ്രീ ജോൺ മാത്യുവിന്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്യാൻ എനിക്ക് കിട്ടിയ ഈ അവസരത്തിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇനിയും പല മാന്യ വ്യക്തികളെയും ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. അടുത്തതായി പാർട്ടിയുടെ സപ്തനാഴിയും ഉപദേശകനുമായ ശ്രീമാൻ TC ചാക്കോച്ചൻ. മാന്യ മഹാജനങ്ങളെ, നാം ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നാം എല്ലാം ദുഃഖിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട നാട്ടുകാരെ, പരേതനായ ജോൺ മാത്യുവിന്റെ ഒരേ ഒരു മകനാണ് ഞാൻ. ഞാനിപ്പോ മദ്യവെച്ചിട്ടുണ്ട്, ക്ഷമിക്കണം. ശ്രീമാൻ മന്ത്രി അദ്ദേഹം, അത് നമ്മുടെ തോമാച്ച്, പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു അല്പം കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സഭാകമ്പന്മാരാണ് നമുക്ക് അടുത്ത ചരമദിനത്തിന് സാമ്പോളോ, ഇത് എന്റെ നാടാണ്, എന്റെ നാട്ടുകാരാണ്, അവർക്കറിയായിരുന്നു. ഓക്കെ ഓക്കെ, ഞാൻ തുറന്നു പറയാം. നമ്മുടെ നാട്ടിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ നിലനിൽപ്പിനെ ഉയർത്തി കാണിക്കാൻ ഒരു ശവം വേണം. രക്തസാക്ഷി എന്നാണ് അതിന്റെ ഓമന പേര്. വിപ്ലവ പാർട്ടിയാണേലും അഴകുഴമ്പം പാർട്ടിയാണേലും ഇത് അത്യാവശ്യമാണ്. രക്തസാക്ഷി. ഞാനിതൊക്കെ തുറന്നു പറയുന്നത് ചെയ്തിരിക്കുന്ന മതപണ്ഡിതന്മാരും പൗരപ്രമാണികളും ശ്രമിക്കുകയാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? പാർട്ടിയുടെ സ്ഥാപക നേതാവ് തന്നെ രക്തസാക്ഷിയായി. ഇനി കുളെന്തോ വേണം. മന്ത്രി തോമാച്ചൻ അടക്കമുള്ള ആളുകൾ അത് പറയാൻ വിട്ടുപോയി. ഇനി പാർട്ടിക്ക് 8-10 കൊല്ലത്തേക്ക് രക്തസാക്ഷിയുടെ ആവശ്യം വരികയില്ല. ഭരിച്ച് തകർക്കാച്ചാനെ, പക്ഷെ നഷ്ടം എനിക്കാ, എന്റെ കുടുംബത്തിനാ. കേരളത്തിൽ നിന്ന് കാർഷിക വിളകളെ രക്തസാക്ഷിയുടെ മകളെ കഞ്ചു കുടിക്കും. എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. 2 വാക്ക് സംസാരിക്കാൻ അവസരം നന്ദിയുണ്ട് കേട്ടോ. വരട്ടെ. ചാക്കോച്ചൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നതാണ്. വേണ്ടെങ്കിൽ വേണ്ട. ഒരു പ്രകടനം നടത്താനൊന്നും ഉദ്ദേശിച്ചതല്ല, അങ്ങനെ പറ്റിപ്പോയി. ഇപ്പൊ വിഷമമുണ്ട്, ഉഷയത് വിറ്റ്നസ് ചെയ്യേണ്ടി വന്നില്ല. ഇന്നലത്തേതൊരു പ്രത്യേക സംഭവമല്ലല്ലോ, പലപ്പോഴും കാണാറുള്ളതല്ലേ. വീട്ടിന് പുറത്തിറങ്ങി നാട്ടുകാരെ ഫേസ് ചെയ്യണമെങ്കിൽ 2 പെഗ് അല്ലെങ്കിൽ 3, അല്ലാതെ വയ്യ. എന്താണ് ഇതിന്റെ അർത്ഥം? ആ പഴയ ബേബിച്ചനാണോ ഇത്? പഴയ ബേബിച്ചനെല്ലാം ഉഷയ്ക്ക് മനസ്സിലായില്ലേ? പഴയതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഓർക്കാതിരിക്കാൻ വേണ്ടിയാ. എന്നെയും ഓർക്കാൻ തുടങ്ങുമ്പോ മറക്കാൻ തോന്നും. മറക്കാൻ വേണ്ടി കുടിക്കും, അപ്പൊ കൂടുതൽ ഓർക്കും, പിന്നെയും കുടിക്കും. ബേബിച്ചനെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് എന്റെ തൂലികയ്ക്കൊരു ലക്ഷ്യമുണ്ടായത്. മനുഷ്യനെ സ്നേഹിക്കണം, പ്രകൃതിയെ സ്നേഹിക്കണം, കാവ്യാത്മകതയോടൊപ്പം എന്തെങ്കിലും ഒരു ആദർശം കൂടി ഉണ്ടാവണം. ഇതൊക്കെ ഞാൻ പഠിച്ചു.
ബേബിച്ചന് നിന്ന്. ഇന്നിപ്പോ നിരൂപകരൊക്കെ എന്നോട് ചോദിക്കുകയാണ്, ഉഷയുടെ ഭാവനയുടെ കൂമ്പടഞ്ഞു എന്ന്. അടഞ്ഞു. എനിക്ക് പ്രചോദനം തന്ന സ്രോതസ്സിന്റെ കൂമ്പടഞ്ഞു പോയി. അടഞ്ഞതല്ല, സ്വയം അടച്ചതാണ്. എന്തിനാ ബേബിച്ച ഇങ്ങനെ ജീവിതം തുലയ്ക്കുന്നേ? വേണ്ട ഉഷേ, അതെല്ലാം മറന്നു കളയും. ഐ എം അൺഫിറ്റ്. ഒന്നുമില്ലാത്തവനാ ഞാൻ. ഐ എം അൺഫിറ്റ് ഫോർ യു. ഉഷേ, ഒന്നിവിടെ വാ. കള്ളും കുടിച്ച് അടിപിടി ഉണ്ടാക്കി തെണ്ടി നടക്കുന്നതിനൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി തറവാടിന് മാനിക്കേട് വരുത്തി വെക്കണോ? അച്ഛാ, ഒന്ന് പതുക്കെ. ബേബിച്ചൻ എന്ത് മനസ്സ് വിഷമിച്ചാ വന്നെന്നറിയാമോ? അവൻ കേൾക്കാൻ അടി പറയുന്നത്. അവന്റെ ജാതി എന്താ, മതം എന്താ, അതൊന്നും നോക്കാതെ. ഈ ജാതി മതവും ഒന്നും ബേബിച്ചന്റെ അപ്പച്ചനുണ്ടായിരുന്ന കാലത്ത് പറഞ്ഞിരുന്നില്ലല്ലോ. ഞങ്ങളുടെ കല്യാണത്തിന് അവരെ സമ്മതിച്ചല്ലേ? അന്ന് ജാതി മതം എതിർത്താലും ജീവിക്കാനുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. ഒരു മന്ത്രിയുടെ മോനായിരുന്നു. ഇപ്പോഴാണോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നല്ലൊരു തറവാട്ടിൽ നിന്ന് നിനക്കൊരു വിവാഹാലോചന വന്നിരിക്കുകയാണ്. ചീത്തപ്പേരുണ്ടാക്കിയ തട്ടിക്കളയരുത്. എനിക്കൊരു ആലോചനയും വേണ്ട. എന്റെ ഈശ്വര, ഈ പെണ്ണിന് എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല. നീ വളർത്തിയതിന്റെ കുഴപ്പാ. എനിക്കാ ഇപ്പൊ കുറ്റം. വനവീഥിതാ ഒഴുകും പുഴയും കാറ്റും കിളിയും ഓരോ മൺതരിയും ഈ മനുഷ്യരും ഒന്നായി ചേർന്നൊരു ജീവനഗാനമിതാ. മോഹന താളലയങ്ങളിണങ്ങിയ ജീവനഗാനമിതാ. കാട്, മരങ്ങൾ, പക്ഷിമൃഗാദികൾ, കൊച്ചു കൊച്ചു കാട്ടാറുകൾ, ചോലകൾ, വെള്ളച്ചാട്ടങ്ങൾ. ഈ സുന്ദരമായ കാട് നിങ്ങളുടെ മലദൈവങ്ങളുടെ കൂടെ ഭൂമിയല്ലേ? അതായത് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗമാണ്. കാടും മരങ്ങളും ഇല്ലാതായാൽ ഈ കാട്ടാറുകൾ നിലയ്ക്കും, കിളികളുടെ ശബ്ദം പിന്നെ കേൾക്കില്ല. ഇവിടമാകെ വരണ്ടുണങ്ങി മരുഭൂമി പോലെയാകും. പിന്നെ ആഹാരം തേടി നിങ്ങൾക്ക് കാടും കുടിലും വിട്ട് അലയേണ്ടി വരും. എന്തു പറയുന്നു തങ്ക? കാടും കുടിലും വിട്ട് അലയേണ്ടി വരും. നമുക്കെല്ലാവർക്കും അറിയാം, ദേവയ്യൻ എന്ന കാട്ടുകള്ളൻ ഈ സുന്ദരമായ കാട് കൊള്ളയടിച്ച് നശിപ്പിക്കുക, അനധികൃതമായി ചന്ദനവും കാട്ടുമരങ്ങളും വെട്ടിമുറിച്ച് കടത്തുക. നിങ്ങളുടെ കൂടെയുള്ളവരിൽ ചിലര് അവനെ സഹായിക്കുന്നുണ്ട്, ഇല്ലേ? എടാ വെള്ള, നീയും കറുപ്പനും കോരനും പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. നീ മിണ്ടായിടാ. ഈ പോണത് ഞാൻ കണ്ടിക്കണേ. അനക്കൊരു റാക്ക് വാങ്ങി തന്നില്ലേ? അതെന്തോ ആവട്ടെ. ഒരു കുപ്പി നാടൻ റാക്കിനോ ഒരു നുള്ളു കഞ്ചാവിനോ വേണ്ടി ഈ പ്രകൃതിയെ, മരങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾ ആ കാട്ടുകടന് കൂട്ടുനിൽക്കരുത്. നിങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ഉണ്ട്, ഞങ്ങളുണ്ട്, ഞങ്ങളുടെ സംഘടനയുണ്ട്. ഇനി ദേവയ്യനോ അവന്റെ ആളുകളോ വിളിച്ചാൽ നിങ്ങൾ പോവരുത്. മാത്രമല്ല, ഈ കാട് നശിപ്പിക്കുന്നത് കണ്ടാൽ സംഘം ചേർന്ന് നിങ്ങൾ അവരെ തടയണം. എന്തു പറയുന്നു? ഞങ്ങള് മുതലാളി പറയും പോലെ ചെയ്യും. അങ്ങാട്ട് പറയില്ല.
പറ്റി? കൊച്ചുമുതലാളി, 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 എന്താ തങ്ക എന്താ? ആ കോമനോട് വെട്ടി മലത്തി. ആര്? ആ സേവയും മുതലാളി. ചെറുകുത്തി മലയിലും മരം വെട്ട് നടക്കണ്. കാട്ടിലെ മരം വെട്ടരുതെന്ന് കയ്യാളന്മാരോട് പറഞ്ഞതിനാ ഓലു കോമനെ വെട്ടി മലത്തിയത്. കാട്ടിലെ തടി വെട്ടണ്ടെന്ന് പറഞ്ഞ കൊച്ചുമുതലാളിക്കും ഗതി ഇതാന്ന് പറയാൻ പറഞ്ഞ്. എന്താണോ പേടിച്ച് നോക്കി നിൽക്കുന്നത്? നടക്കി മുന്നോട്ട്. അരുത്. ദേവയ്യൻ വേട്ടയ്ക്ക് ഇറങ്ങിയായിരിക്കും അല്ലേ? ക്ഷമിക്കണം, നിങ്ങൾക്ക് ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. എനിക്കോ? എന്തിന്? ഞാനെന്ത് തെറ്റ് ചെയ്തു? അനധികൃതമായ സംഘം ചേരൽ, നിരശകുക്ഷികളായ ആദിവാസികളെ തെറ്റിദ്ധരിപ്പിച്ച് നിയമം കയ്യിലെടുത്ത് സായുധ സമരത്തിന് ഒരുങ്ങുന്നതിന്. ഓഹോ, ഈ കാട് മുടിക്കുന്ന ഒരു ജനശത്രുവിനെ നേരിടാൻ പോവുകയാണ് ഞാൻ. എന്നെ പിടിക്കാൻ കാണിക്കുന്ന സാമർഥ്യം നിങ്ങൾ ദേവയ്യനടുത്ത് കാണിച്ചിരുന്നെങ്കിൽ എനിക്കിത് വേണ്ടിവരില്ലായിരുന്നു. കാട്ടിലെ മരം മുറിക്കരുതെന്ന് പറഞ്ഞതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൊല ചെയ്ത് തേവയ്യൻ അറിയോ? അതെല്ലാം അന്വേഷിക്കാൻ ഞങ്ങളുണ്ട്. ഇത് മുകളിൽ നിന്നുള്ള ഓർഡറാണ്. ആരാ വിളിച്ചു പറഞ്ഞത് എന്നെ അറസ്റ്റ് ചെയ്യാൻ? ഈ ജനമുന്നേറ്റത്തെ തടയാൻ ഏത് രാഷ്ട്രീയക്കാരനാ പറഞ്ഞത്? വനം വകുപ്പ് മന്ത്രി മിസ്റ്റർ ജോൺ മാത്യു, യുവർ ഫാദർ. ബേബിജോ, അപ്പന് വിഷമം കാണും ഇങ്ങനെയൊക്കെ സംഭവിച്ചു തരും. ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ഞങ്ങൾ അകത്തോണ്ടാക്കണോ? വേണ്ട, നിങ്ങൾ വിളിക്കും. എന്നതാണാ മോനെ ഇതിന്റെയൊക്കെ അർത്ഥം? അച്ഛനെ പോലീസുകാര് വല്ലതും? നീ പൊടി, അവരെന്നെ എന്തോ ചെയ്യാനാ? മന്ത്രിയല്ലേ മോളില്? നീ അപ്പച്ചനോട് വഴക്കനൊന്നും പോകണ്ട. ആ, അമ്മ ചോദിക്കണം തുടങ്ങി. ചെല്, പോയി തുടങ്ങി. ചോദ്യം വേണ്ട. അമ്മ ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ. ഉത്തരം ഞാൻ പറഞ്ഞില്ല. പറയാം, തനിക്കും അറിയേണ്ട അത് തന്നെ ആയിരിക്കുമല്ലോ. ആറ്റുനോറ്റുണ്ടായ ഒരു മകൻ, എനിക്ക് ശേഷം സൽപ്പേര് നിലനിർത്തേണ്ടവൻ. അവനൊരു കാട്ടുകളന്റെ പിച്ചാത്തിപ്പിടിക്കോ വെടിയുണ്ടൊക്കെ ഇരയാകുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് തന്നെ കാര്യം. ഞാൻ പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ്? അതിന്റെ ലക്ഷ്യം എന്താണ്? ഇതൊക്കെ ഒരു അപ്പനെന്ന നിലയ്ക്ക്, മന്ത്രി എന്ന നിലയ്ക്ക് നേരത്തെ അറിയാമായിരുന്നില്ലേ? എന്തുകൊണ്ട് അന്നത് തടഞ്ഞില്ല? വനസമ്പത്ത് കൊള്ളയടിക്കുന്ന വളരെ ഈസി ആയിട്ട് പിടിക്കാവുന്ന ഒരു ക്രിമിനലിനെ മീഡിയയിലൂടെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് പിടിക്കാതെ വെച്ചു. അവനിപ്പോഴും കാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്നു. ആരെങ്കിലും പിടിക്കാൻ ശ്രമിച്ചാൽ അവരെ തടയുന്നു. അപ്പച്ചൻ എന്താണ് ഇതിൽ ലാഭം? ഓൾമോസ്റ്റ് അവനെ പിടിക്കാനുള്ള എല്ലാ നെറ്റ്വർക്കും ഞങ്ങൾ ചെയ്തു വെച്ചതായിരുന്നു. അവനെതിരെ ഞങ്ങളുടെ പക്കൽ കുറെ തെളിവുകളും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും വന്ന് ഇത്തരത്തിലൊരു ഡ്രാമ നടത്തിയതിന്റെ ഉദ്ദേശം? അവൻ മാത്രമല്ല, അതുപോലെ ക്രിമിനൽസ് ഈ രാജ്യത്ത് ധാരാളം ഉണ്ട്. അവരെ പിടിക്കാൻ ഫോഴ്സും ഉണ്ട്. ആ ഫോഴ്സിന് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇതിന് ഇറങ്ങിത്തിരിക്കേണ്ടി വന്നു. പക്ഷെ അതിന് എട്ടും പൊട്ടും തിരിയാത്ത പബ്ലിക്കിനെ, അതും ആദിവാസികളെ ഇളക്കി വിട്ട് അറേഞ്ചർ ക്രൈം മാതിരി ജാഥ നയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നാട് ഭരിക്കുന്ന മന്ത്രിയുടെ മകൻ നിയമം കൈയെടുക്കാന്ന് പറഞ്ഞ അസംബ്ലി മാത്രമല്ല, എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ പോലും എനിക്ക് ഉത്തരവില്ല. വരും. ഓ, മനസാക്ഷി. അതുള്ള അപൂർവം ചിരലിൽ ഒരാളായിട്ടാണ് എന്റെ അപ്പച്ചനെ ഞാൻ കണക്കാക്കിയിരുന്നത്. ഇന്ന് ആ സംഭവം നടക്കുന്നത് വരെ. സ്വന്തം മകനോട് എന്തിനാ കള്ളം പറയുന്നത്? ഒറ്റുകാരനല്ല, രാഷ്ട്രീയ വൈരികളുടെ ചാരനുമല്ല ഞാൻ. പറഞ്ഞില്ലേ സ്വന്തം മകനെന്ന്? അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ദേവയ്യനുമായിട്ട് അപ്പച്ചൻ എന്താണ് ബന്ധം? എന്തോ ബന്ധമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഈ കളി കളിക്കേല, എനിക്ക് ഉറപ്പാ. എന്റെ വാക്ക് വിശ്വസിച്ചിറങ്ങിയ വൃദ്ധന്മാരുണ്ട്, കവികളുണ്ട്,
എഞ്ചിനീയർമാരുണ്ട്, ജോലി തന്നെ നടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ തീരെ ചെറുതായി പോയില്ലേ അപ്പച്ച? കള്ളന്റെ മകനായി പോയില്ലേ? ഐ ഫീൽ അഷെയിംഡ് ഓഫ് യു. അടിക്ക് ബലം പോരാ, നൊന്നില്ല അപ്പച്ച. ഉള്ളിൽ കുറ്റബോധമുള്ളവർക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റും. ആ കൈ വിറയ്ക്കുന്നുണ്ട്. എന്നെ കുറിച്ച് നിനക്കുണ്ടായിരുന്ന സങ്കല്പങ്ങളൊക്കെ തെറ്റിപ്പോയല്ലേ? പൊതുമുതൽ കട്ടുമുടിപ്പിക്കുന്ന ആളുകൾ പാർട്ടിയിലുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ട് കുറച്ചാളായി. തടി വിൽക്കാനുള്ള കോൺട്രാക്ട് പാർട്ടിക്കുള്ളിലുള്ളവർക്കുണ്ട്, കൂപ്പ്, തടിമില്ല്. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ എനിക്കത് പങ്കില്ല. നീ പറഞ്ഞ ദേവയനുമായി എനിക്ക് ബന്ധവുമില്ല. ഞാൻ എന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കല്ല. ഏതാനും ചില വൻകിട തോട്ട ഉടമകളെ ഒഴിവാക്കിയാൽ സാധാരണക്കാരായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സമുദായമാണ് നമ്മുടേത്. ആ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ മേലാളാണ് ഞാൻ. അത് നീ മനസ്സിലാക്കണം. പക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെയോ ട്രേഡ് യൂണിയന്റെയോ ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെയോ പിൻബലം ഈ പാർട്ടിക്കില്ല. സമുദായം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോളേജുകളും ആശുപത്രികളും ഉൾപ്പെടെ നമ്മുടെ സ്ഥാപനങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇങ്ങനൊരു പാർട്ടി ആവശ്യമാണ്. അതിന്റെ വളർച്ചയ്ക്ക് കണക്കില്ലാതെ പണം വേണം. അതിനുവേണ്ടി പാർട്ടിയിലുള്ള ചിലർ വനം കൊള്ളയടിക്കുന്നുണ്ടാവാം. കള്ളന്മാർക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട്. കക്ക കക്ക മുടിയും, മുടിയ മുടിയ കാക്കും. ലക്ഷം കിട്ടുമ്പോ കോടിയുടെ ആവശ്യം വരും. പിന്നെ അതിനുവേണ്ടിയുള്ള ഓട്ടവാ. ശരിയാണ്. ഇതെവിടെ എങ്ങനെ നിർത്തണമെന്ന് ഞാൻ ആലോചിക്കുകയല്ല. ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഒരു സമുദായത്തിന്റെ ഭാരം മുഴുവൻ അപ്പച്ചൻ തോളിലേറ്റുന്നതിന് മറ്റ് സമുദായാധ്യക്ഷന്മാരില്ലേ, പാർട്ടി പ്രവർത്തകരില്ലേ? അപ്പച്ചൻ മാത്രം എന്തിന്? പാർട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ഇവിടെ വേറെ ആരുണ്ട്? ആകെ ഉള്ളത് ഒരു തോമാച്ചന. ദേവയ്യൻ അപ്പച്ചൻ അറിയോ? കഞ്ചാവും ചരസും ഉൾപ്പെടെ മാരകമായ മയക്കുമരുന്നുകളുടെ കേന്ദ്രമാണ് അവന്റെ സങ്കേതം. അവന്റെ വലങ്കൈ ആരാണെന്ന് അപ്പച്ചൻ അറിയോ? അപ്പച്ചൻ ഊട്ടി വളർത്തുന്ന ഈ തോമാച്ചൻ. എന്റെ ഈ തെളിവുണ്ട്. ഇത്രയ്ക്ക് കൊള്ളരുതാത്തവരാണ് തോമാച്ചൻ. ഞാൻ അറിഞ്ഞില്ല മോനെ. ഒരിക്കൽ ഇതൊക്കെ പുറത്തു വരും. അന്ന് നാറാൻ അപ്പച്ചൻ മാത്രമേ ഉണ്ടാവൂ. പാർട്ടി പ്രവർത്തകരും ഉണ്ടാവില്ല, സമുദായാധ്യക്ഷന്മാരും ഉണ്ടാവില്ല. അപ്പച്ചൻ മാത്രം. ഇത്രയേറെ അഴുക്കുചാലിലൂടെ സഞ്ചരിച്ചുണ്ടാക്കുന്ന പണം എന്റെ പാർട്ടിക്ക് വേണ്ട. ഞാനിത് തടയും. നീ നേരത്തെ പറഞ്ഞല്ലോ ഐ ഫീൽ അഷെയിംഡ് എന്ന്. എനിക്കും ഇപ്പൊ അത് തോന്നുടാ, നിന്നെപ്പോലുള്ള ഒരു മകന്റെ മുഖത്ത് നോക്കുമ്പോ. എന്താണോ? ഞങ്ങൾ എവിടെയെല്ലാം തിരക്കി കുഞ്ഞിനെ. കുഞ്ഞ് എവിടെയായിരുന്നു? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നതാ പാപ്പച്ചായത്? ഒരു വിവരം പോലും അറിയിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ജപ്തി എന്നൊക്കെ പറഞ്ഞ ഇവൻ എന്നാ ചെയ്യും? എങ്ങോട്ട് പോകും? വിവരം അറിയിക്കാതെയോ? 3 മാസമായില്ലേ അച്ചു കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നിട്ട്? അതല്ലച്ചോ, ഈ തറവാട്ടിൽ ഒരു ജപ്തി നടക്കുന്നു അറിഞ്ഞാ കെട്ടിക്കാൻ പ്രായമായ ഒരു പെങ്കൊച്ചുള്ള വീടാ. തവണയായിട്ട് പണമടയ്ക്കാൻ കുറച്ചുകൂടെ സാവകാശം വേണമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇനി നിങ്ങൾ പറയുന്ന അവധിയിൽ എനിക്ക് വിശ്വാസമില്ല. മാത്തുക്കുട്ടിച്ചായനെ ഓർത്തെങ്കിലും. അത് ഓർത്താണ് അച്ചു ഇത്രയും ക്ഷമിച്ചത്. ഇനിയും ക്ഷമിക്കണമെന്ന് പറഞ്ഞാ ഇത് എന്റെ കാശ് മാറ്റാനോ? വെട്ടുപലിശയ്ക്ക് ആൾക്കാരുടെ നിന്ന് വാങ്ങിച്ച കാശാ. അത് തിരിച്ചു കൊടുക്കണ്ടായോ? അച്ഛൻ ഇനി ഒന്നും പറയണ്ട. ഡോ, സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിട്. വരട്ടെ, എനിക്ക് വേണ്ടി ഒരവധി കൂടി കൊടുക്കണം അവർക്ക്. എന്തെങ്കിലും ഒരു മറുപടി പറയൂ ബേബി. 1 മാസത്തെ അവധി കൂടി തരണം. ഞങ്ങൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എവിടുന്നാണ് അന്നമ്മച്ചേടത്തി? നടക്കാത്ത കാര്യം പറഞ്ഞ് ഇനി എന്നെ വലയ്ക്കണോ? അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അച്ഛനേറ്റോ? ഞാനല്ലേ പറയുന്നേ, 1 മാസം അതിനുള്ള ഒരു സമാധാനം ഉണ്ടാക്കാം. ആ, അച്ഛൻ ആദ്യമായിട്ടൊരു കാര്യം പറയുമ്പോ അതനുസരിച്ചില്ല എന്ന് വേണ്ട. ഈ അവധി കൂടി കഴിഞ്ഞാ നിയമം പോലെ നടക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട.
വരണടാ